ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജികുമാറിന്റെ കായംകുളത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. വീടിനു മുമ്പിൽ പോലീസ് സമരക്കാരെ തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിട്ട് കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജികുമാറിന്റെയും കായംകുളത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അജികുമാറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. വീടിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് സമരക്കാരെ തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിട്ട് കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതും സംഘർഷത്തിലേക്ക് വഴിവെച്ചു. ഏറെ നേരത്തെ ബലപ്രയോഗത്തിനൊടുവിലാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ശബരിമല ശ്രീകോവിലിന്റെ മുൻവശത്ത് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികളിൽ സ്വർണം പൊതിയൽ നടത്തിയതിലെ നഷ്ടവും ക്രമക്കേടും പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം നഷ്ടപ്പെട്ടെന്നും ഇത് മോഷണവും വിശ്വാസവഞ്ചനയുമാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ദേവസ്വം ബോർഡ് അംഗം അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് മാർച്ച് നടത്തുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അരിത ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. അയ്യപ്പന് അവിടെ എത്തിച്ചേരുന്ന ഭക്തർ സമർപ്പിച്ചിട്ടുള്ള അയ്യപ്പന് നേദ്യം സമർപ്പിക്കുന്നത് വരെ സ്വർണത്തിന്റെ തട്ടത്തിൽ ഉൾപ്പെടെയാണ് എന്ന് പറയുമ്പോൾ അകത്തിരിക്കുന്ന സ്വർണത്തിന്റെ തട്ടം പോലും ഇപ്പൊ പിച്ചളയോ ചെമ്പോ ആണ് എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്. ഇത് കേവലം ഏതെങ്കിലുമൊക്കെ അഴിമതികളുടെയും അന്വേഷണത്തിന്റെയും പേരിൽ ഒരു കിട്ടാമുട്ടി നയമാക്കി ഇതിനെ മാറ്റുവാനുള്ള ശ്രമമാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നതെങ്കിൽ അതിനൊരിക്കലും അവസരമുണ്ടാകുകയില്ല. കാരണം ഇതിനു മേലെയുള്ള കൃത്യമായ അന്വേഷണത്തിൽ ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് ഉണ്ട്. ആ ഉത്തരവിന്മേലെ കൃത്യമായി 6 അംഗ അന്വേഷണ കമ്മീഷനെ ഉൾപ്പെടെ ഇതിൽ നിയോഗിച്ചിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന കൃത്യമായ ദിവസത്തിനുള്ളിൽ ആ അന്വേഷണം പൂർത്തീകരിക്കണമെന്ന് പറയുമ്പോൾ ആ അഴിമതിയുടെ വലിപ്പം എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് അംഗം കായംകുളത്ത് നിന്നുള്ള ദേവസ്വം ബോർഡ് അംഗത്തിന്റെ വീട്ടിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തുമ്പോൾ ആ മാർച്ച് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കണ്ടവരാണ്. അദ്ദേഹവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭവനത്തിൽ, പെങ്ങളുടെ ഭവനത്തിലാണ് ഈ പാളി സൂക്ഷിച്ചു വെച്ചത്. ആ പാളികൾ അദ്ദേഹം അവിടെ നിന്നൊരു ഭക്തിയുടെ മറയാക്കിക്കൊണ്ട് നിരവധിയായ സെലിബ്രിറ്റികൾ അടക്കമുള്ള ആളുകളുടെ വീടുകളിലേക്ക് കൊണ്ടുപോയതിൽ നിന്നുൾപ്പെടെ നിരവധിയായ തരത്തിലുള്ള അഴിമതി കഥകൾ. ഈ അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ വലിയ ശക്തമായ പോരാട്ടവുമായി അതിൽ തീർച്ചയായും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഈ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ വലിയ ഒരു അഴിമതി ദേവസ്വം വിജിലൻസ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത്. അയ്യപ്പന്റെ ദ്വാരകാപ്പാളിയിലെ സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോഴുള്ള അളവും തിരിച്ചു കൊണ്ടുവന്നപ്പോഴുള്ള അളവും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം എവിടെ പോയെന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്. അത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ
മുക്കിയോ എന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലെ ഒരാൾ കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട് ആ ദേവസ്വം ബോർഡിൽ. അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ഇന്നൊരു മാർച്ചുമായി കടന്നു വന്നത്. ഈ മാർച്ചുമായി കടന്നു വരുമ്പോൾ ഈ വിവാദത്തിൽപ്പെട്ട നായകനെ ഇവിടുത്തെ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള അമ്പലത്തിൽ കൊണ്ടുവന്ന് വീട് നൽകാനുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ മാത്രമുള്ള ബന്ധം അദ്ദേഹവുമായിട്ട് എന്താണ് ഈ ദേവസ്വം ബോർഡ് മെമ്പർക്കുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ പത്തിയൂർ, നൌഫൽ ചെമ്പകപ്പള്ളി, അജിമോൻ കണ്ടല്ലൂർ, ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ, ദീപക് എരുവ, സജിത്ത് ഷാജഹാൻ, കൃഷ്ണ അനു, ആദർശ് മഠത്തിൽ, റിയാസ് മുണ്ടകത്തിൽ, അഖിൽ പുതുപ്പള്ളി, ഇബ്നു സീരി, ഹാഷിം സേട്ട്, അജി കൊല്ലത്ത്, ഷാനവാസ്, അഫ്സൽ സുജയ്, രേഖ, ആശ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.